ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴയത്ത് ഞാൻ ചെറിയൊരു പണിയിലാണ്. വേറൊന്നുമല്ല, എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക നമുക്ക് ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചക്കയുടെ സീസണായി എന്ന് പറഞ്ഞാൽ ഇവിടെ മിക്ക ദിവസം ചക്ക എലിശ്ശേരി, ചക്ക പുഴുക്ക്, അങ്ങനെ പല രീതിയിലായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ അത്ര പുളിയൊന്നുമില്ല, ചെറുതായിട്ടൊരു പുളി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു ചക്ക നമ്മുടെ വറുക്കാൻ പാകമായിട്ടുള്ളൊരു ചക്കയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കുരുവും എല്ലാം തന്നെ കളഞ്ഞിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ ചക്കച്ചോള കേട്ടോ. അപ്പോൾ ഇനി ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. വറുക്കേണ്ട രീതിക്കുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നീളത്തിൽ തന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ തന്നെ എല്ലാം തന്നെ ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചേർക്കേണ്ട ലാസ്റ്റ് ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തിയാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇളക്കണ്ട കേട്ടോ. കൈ വെച്ച് ഇളക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് വെള്ളം വരും. അപ്പോൾ ഞാൻ പാത്രം വെച്ചിട്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ ചക്ക വറുക്കുമ്പോൾ നല്ല നാടൻ രീതിയിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക കുറച്ചായിട്ട് ഇനി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 തവണയായിട്ടാണ് കേട്ടോ നമ്മുടെ ചക്ക വറുത്തെടുക്കുന്നത്. ഒരു തവണ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞിട്ട് വാരി എടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് ചെറുതായിട്ടൊരു സൗണ്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പം ഞാൻ മാറ്റിയെടുക്കുകയാണ്. രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് എല്ലാവരും ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് 2 പ്രാവശ്യം ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ കേട്ടോ. ഒറ്റ പ്രാവശ്യം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണേ വേണം. 2 പ്രാവശ്യം ആകുമ്പോൾ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചക്കയും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം തന്നെ ഒരു തവണ അങ്ങനെ വറുത്തെടുത്തിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എണ്ണയിലോട്ട് ഞാൻ ആദ്യം വറുത്ത ചക്കനെ ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. ആദ്യം വറുത്തതാണ് ഞാൻ വാരി അതിലോട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ആവേണ്ട കാര്യമില്ല. അപ്പോൾ സൗണ്ടൊക്കെ നന്നായിട്ട് കലകലാന്നുള്ള സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതെ കൂടുതലിരുന്നത്. നല്ല സൗണ്ടുകളാണല്ലോ വരുന്നതില്ല. അപ്പോൾ ഈ സൗണ്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ നേരം വറുത്തതിന് കരിക്കുന്നില്ല. അപ്പോൾ വേഗം തന്നെ വാരി എടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ചക്കയും ഇതുപോലെ വാരി എടുത്തിട്ടുണ്ട്. അതാ സൗണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, അത്രയ്ക്കും ഇതുകൊണ്ട് നമ്മുടെ ചക്ക വറുത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. വളരെ എളുപ്പമാണ് കേട്ടോ. 2 പ്രാവശ്യം വാരി എടുക്കുന്നതുകൊണ്ട് ടെൻഷൻ അടിക്കുകയേ വേണ്ട. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ചക്ക വറുത്തതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയല്ല കൂടുതൽ നാൾ ഇരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിലൊന്നും ഇരിക്കില്ല കേട്ടോ. ഇത്രയും ടേസ്റ്റി ആയിട്ട് വറുത്തെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഇരിക്കാനാ. ഇവിടെയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയണ്ട ഈ ചക്ക വറുത്തതൊക്കെ. അപ്പോൾ ആഴ്ചകളോളം എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.